ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ വാട്സപ്പിൽ ഡെയിലി ഓരോരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന വാട്സപ്പ് ഒന്ന് രണ്ടും ദിവസങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം. പ്ലേ സ്റ്റോറിൽ കയറുക, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് കുറച്ച് മുൻപ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ആ അപ്ഡേറ്റിന്റെ കൂടെ നമുക്കൊരു പുതിയൊരു ഓപ്ഷൻ കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അറിയാത്തവർക്കാണെങ്കിൽ അത് ഉപകാരപ്പെടും. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലില് വാട്സപ്പിൽ വന്നിരിക്കുന്ന കുറച്ച് മുൻപ് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ അതില് നമുക്കൊരു പുതിയൊരു കാര്യം കൂടി ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരണം ഡെയിലി അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ഓപ്ഷനിൽ നമ്മൾ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നേരെ നമുക്ക് നോക്കിയാൽ ഇവിടെ കണ്ടില്ലേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അധിക ദിവസങ്ങൾ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊക്കെ നമ്മുടെ സേവ്ഡ് പ്രൊഫൈൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതിന്റെയൊക്കെ നമ്പേഴ്സ് നമുക്ക് കാണാം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ മുൻപ് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ താഴെ കോൾ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ആ ഗ്രീൻ കോൾ ഐക്കൺ അവിടെ ഒരു പ്ലസ് മാർക്ക് കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു വന്നത്. അവിടെ നമ്മളിതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ കോൾ എ നമ്പർ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും അല്ലെ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് സാധാരണ നമുക്ക് കോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഡയലർ പാഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്പർ അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഞാനൊരു 10 നമ്പർ അടിച്ചു കൊടുത്തിട്ട് താഴെ നമ്മൾ ആ കോളർ ബട്ടണിൽ കോൾ ചെയ്യുന്ന ബട്ടൺ കാണുന്നില്ല, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങനെ ഡയൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആഡ് ഓൺ ആയിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ കണ്ടില്ലേ നമുക്ക് മെസ്സേജും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിലേക്കാണോ നമുക്ക് മെസ്സേജ് ചെയ്യേണ്ടത് ആ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ ക്ലിക്ക് ചെയ്തു, ഞാനിവിടെ മെസ്സേജ് ഓപ്ഷനിൽ ജസ്റ്റ് ഒരു ഹൈ ഹൗ ആർ യു എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്.